കല്ലിതുള്ളി പെരുമഴ അത് വടക്കൻ ജില്ലകളിലാകെ വരുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ കനത്ത മഴയായിരുന്നു. കോഴിക്കോട് ഇന്നലെ തുടങ്ങിയ മഴ തുടരുന്നുണ്ട്. പെരുമഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും പെയ്യുന്നത്. വിലങ്ങാട് ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മഞ്ഞക്കുത്ത്, മാടഞ്ചേരി, മലയങ്ങാട് എന്നീ പ്രദേശങ്ങളിലാണ് അവിടെ ഉരുൾപൊട്ടിയത്. ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, പ്രദേശത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വിലങ്ങാട് പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് എന്നാണ് നേരത്തെ നൽകിയ റിപ്പോർട്ട്. എപ്രകാരമാണ് ഇപ്പോൾ? കോഴിക്കോട് ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഈ മഴക്കെടുതിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിലങ്ങാട്, അടിച്ചിപ്പാറ, മഞ്ഞക്കുന്ന്, മഞ്ഞച്ചീളി ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കുറ്റല്ലൂർ, പന്നിയേരി മേഖലകളിലും ഉരുൾപൊട്ടലുണ്ടായി. ഇതിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിലങ്ങാട് മയ്യഴിപ്പുഴയുടെ പ്രഭവ കേന്ദ്രമായ പുല്ലുവപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മേഖലകളിലെ വീടുകളിലൊക്കെ തന്നെയും ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല വിലങ്ങാട് ടൗണിലും കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതുവരെ ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും താറുമാറായ ഒരു സാഹചര്യമാണ്. ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെയും സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും ഈ വിലങ്ങാട് പാലത്തിനപ്പുറത്തേക്ക് ഈ ഫയർഫോഴ്സിനും പോലീസിനും കടക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയൊരു രീതിയിൽ വീടുകളിലൊക്കെ തന്നെയും വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മരഞ്ചാടി കൂടരഞ്ഞി റോഡ്, കോഴിക്കോട് മരഞ്ചാടി കൂടരഞ്ഞി റോഡും വെള്ളത്തിൽ അടിയിലായിട്ടുണ്ട്. ട്രാൻസ്ഫോമറുകൾ അടക്കം വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്, അതായത് ഈ ഫയർഫോഴ്സിനും പോലീസിനും ഈ വിലങ്ങാട് പാലം കടന്ന് അപ്പുറത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മടങ്ങിയെത്താം. വയനാട് നിന്ന് മറ്റൊരു നാട്ടുകാരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വാണിമൽ, നമസ്തേ. എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഹലോ, കേൾക്കാം, പറയൂ. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാല്, ഇവിടെ മഞ്ഞക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉരുള് പൊട്ടിയത്. ഒരു മലയുടെ ഒരു ഭാഗം തന്നെ ഇങ്ങോട്ട് ഇടിഞ്ഞു പോരുമായിരുന്നു. പിന്നെ വിലങ്ങാട് ടൗണ് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ മൂന്ന് തവണ ഉരുള് പൊട്ടിയതിന്റെ ഇത് കേട്ടായിരുന്നു. 3 തവണ അവിടെ ഉരുൾപൊട്ടിയെന്നാണോ? 3 തവണയിൽ കൂടുതൽ പൊട്ടി ഉരുള്. ശരി, അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വിലങ്ങാട് പാലം ഒക്കെ വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യം പ്രദേശത്തേക്ക്. വിലങ്ങാട് പാലം, വിലങ്ങാട് ടൗണും വെള്ളത്തിനടിയിലുള്ള നിരവധി കടയിൽ വെള്ളം കയറി കിടക്കുകയാണ്. ഫയർഫോഴ്സിനും പോലീസിനും വിലങ്ങാട് ടൗണിലേക്ക് എത്താത്ത അവസ്ഥയിലായിരുന്നു ഉള്ളത്. പുതുക്കായം അവിടെ വെള്ളം കയറിയുണ്ട്. പിന്നെ പോലീസിനും ഫയർഫോഴ്സിനും വിലങ്ങാട് എത്താൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ഈ സമാനമായി ഇന്നലെ മുതൽ ഈ കോഴിക്കോട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ശക്തമായ മഴയൊക്കെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ വിലങ്ങാട് എത്ര കുടുംബമാണ് അവിടെ ഉണ്ടായിരുന്നത്? അവർ എത്ര പേര് ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം? 300 വീടുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിലുള്ള, മഞ്ഞക്കുന്ന് ഏരിയയില് മൊത്തം ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിലുള്ള. ഈ വിലങ്ങാട് ടൗണിൽ പോലും വീടുകളിലൊക്കെ വെള്ളം കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ എവിടെയാണ്? ഞങ്ങള് വിലങ്ങാടുന്ന് കുറച്ചിപ്പുറം മാറിയിട്ടുള്ള. അവിടുത്തെ അവസ്ഥയോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള അവസ്ഥ ഇപ്പം ദയനീയമാണ്. താങ്കൾ നിൽക്കുന്ന ഭാഗത്ത് ഈ ശക്തമായ മഴ തന്നെയാണോ? വെള്ളം കയറുന്ന ശക്തമായ മഴ തന്നെയാണ്. പിന്നെ വിലങ്ങാട് ടൗണില് ഒരു 2 അടിയോളം 2 ആൾ പൊക്കത്തിലാണ് വെള്ളം കയറിയിരിക്കുന്നത് പാലത്തിലൊക്കെ. ഇപ്പൊ നാട്ടുകാർ അവിടെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയായിരുന്നു റിപ്പോർട്ടുകൾ. അവിടേക്ക് അതെ, നാട്ടുകാരൊക്കെ ഉണ്ട്. ഓരോരോ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പൊ എത്തിപ്പെടുന്നുള്ളൂ. പോസ്റ്റുകളും ലൈനുകളും ഇങ്ങനെ റോഡേ കിടക്കുന്നുണ്ട്. എല്ലാരും ഇപ്പം ഇരുട്ട് പോയതിനു ശേഷമാണ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, വൈദ്യുതി ബന്ധമൊക്കെ മുഴുവനായും പോയ ഒരു അവസ്ഥയിലാണ് രാവിലെ മുതൽ എന്നാണ്. അതെ, രാത്രി 2 മണി തൊട്ടേ വൈദ്യുതി എല്ലാം നിലച്ച ഇതിലുള്ള. ശരി, ഈ വിലങ്ങാട് മയ്യഴിപ്പുഴയുടെ പ്രഭവ കേന്ദ്രം അത് പുലുവപ്പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ? അതെ. ഏതൊക്കെ പ്രദേശത്തേക്കാണ് കൂടുതലായിട്ടും ഇത് ഇനി ബാധിക്കാനുള്ള ഒരു സാധ്യത? നാട്ടുകാരനായതുകൊണ്ടാണ് ചോദിക്കുന്നത്.
ഇപ്പൊ വാളൂക്ക്, ഉം. പിന്നെ ഇവിടെ മലയങ്ങാട്, പാലൂര്, ഉം. ആ പ്രദേശത്തൊക്കെ ഏകദേശം മഴ ശക്തി കൂടുതലാണെങ്കിൽ ഇനി ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. ഉവ്വ്. ഈ അധികൃതർ, ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ഈ പ്രാദേശിക ഭരണകൂടം അധികൃതർ ഒക്കെ ഈ ജാഗ്രതാ നിർദ്ദേശം വല്ലതും നൽകിയിരുന്നു? ഈ അവര് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. സർ, അവിടേക്ക് മറ്റ് രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള ഒരു പരിമിതി, അവിടെയുള്ള സാഹചര്യം, അവിടേക്ക് കടക്കാനാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യം താങ്കൾ വ്യക്തമാക്കിയിരുന്നു. പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞുവോ? അതുവഴിയാണോ പോകുന്നത്? മനസ്സിലായില്ല. ഈ രക്ഷാപ്രവർത്തകർ, രക്ഷാ ദൗത്യ സേനാംഗങ്ങൾക്കൊക്കെ അവിടേക്ക് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. കാരണം പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായൊരു സാഹചര്യം, അതുകൊണ്ട് തന്നെ ഈ റോഡ് മാർഗം ഒന്നും എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ പോകുന്ന വഴിയാണോ താങ്കൾ ഉള്ളത്? അതായത് പ്രധാന റോഡിന്, പ്രധാന പാതയ്ക്ക് അടുത്ത് വല്ലതുമാണോ? അങ്ങനെ കൂടുതലായിട്ട് അവിടെ ഒക്കെ ആൾക്കാർ എത്തുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ എത്തുന്ന ഒരു സാഹചര്യം, അത് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പം സംഭവം എന്ന് വെച്ചാല് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡില് ഈ ഇങ്ങനെ പോസ്റ്റ് ഇതൊക്കെ ഒടിഞ്ഞു വീണുകൊണ്ടുള്ള സാഹചര്യം, അങ്ങോട്ട് പോകാനുള്ള എത്തിപ്പെടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പൊ ഏകദേശം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി ശരി സർ, കൂടുതൽ ആൾക്കാർ വന്നതും അപകടത്തിന് കാരണമാകും. കാരണം എന്ന് വെച്ചാൽ ഏത് സമയത്ത് എന്താ സംഭവിക്കാന്ന് അറിയില്ല. അതെ.